1914 ജൂൺ 28-ന് 17 വയസ്സ് മാത്രം പ്രായമുള്ള ജോസഫ് എന്ന് പറയുന്ന പയ്യൻ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് തൊടുത്തുവിട്ട ഒരു വെടിയുണ്ട പിന്നെ 2 കോടി ആളുകളിലധികം മരിച്ച ഒന്നാം ലോകമഹായുദ്ധത്തിന് കാരണമായി. എങ്ങനെയെന്നല്ലേ ആ കഥ പറയാം. ഞാനിപ്പോൾ ഇത് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന എന്ന രാജ്യത്തിലെ ക്യാപിറ്റലായ സരാവോയിലാണ്. ഇവിടെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിൽ പോയി കുറച്ച് നേരം ഇരുന്നിട്ട് ഇനി ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാൻ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ പാർക്കിൽ ഇരിക്കുമ്പം ഞാൻ സരാവോവിൻ്റെ കഥ പറഞ്ഞു. അങ്ങനെ പാർക്കിലെത്തി. നല്ല പച്ചപ്പുള്ളൊരു പാർക്ക്. ചുറ്റുപാടും റോഡ് പോകുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് ഉണ്ട്, പക്ഷെ എന്നാലും നല്ല ഒരു കാമായ അറ്റ്മോസ്ഫിയർ. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ 1450-ലാണ് ഒട്ടോമൻ സാമ്രാജ്യം ഇവിടെ വരുന്നത്. ഇവിടെ വന്നിട്ട് സരാവോ പട്ടണത്തിനെ വലുതാക്കുന്ന വിപുലീകരിക്കുന്നത്. അന്ന് വരെ ചെറിയൊരു പട്ടണമായിരുന്ന സരാവോയെ ഒരു വാണിജ്യ തലസ്ഥാനമാക്കി മാറ്റിയത് അവരാണ്. അവരൊരുപാട് കച്ചവടക്കാരെ ആകർഷിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു. അങ്ങനെ ഈ പട്ടണം വലുതാവാണ്, വികസിക്കുകയാണ്. ഏകദേശം 400 വർഷക്കാലം ഒട്ടോമൻ സാമ്രാജ്യം ഇവിടെ ഭരിച്ചു. അതിനുശേഷം അവരുടെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി. ഒട്ടോമൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല, ഒരുപാട് യൂറോപ്പിൽ ഫുള്ളായിട്ട് വ്യാപിച്ച് കിടന്നിരുന്ന സമയമായിരുന്നു ഒട്ടോമൻ സാമ്രാജ്യം. അതുകൊണ്ട് തന്നെ അവരുടെ 400 കൊല്ലം കഴിഞ്ഞ് അവരുടെ ശക്തി ക്ഷയിച്ച് വരുന്ന സമയമായിരുന്നു. അങ്ങനെ 1878 അന്നത്തെ യൂറോപ്യൻ ശക്തികളെല്ലാവരും കൂടിയിട്ട് ഒരു കരാറുണ്ടാക്കി, ട്രീറ്റ്. എന്നിട്ട് അന്നത്തെ ഏറ്റവും വലിയ ഒരു സാമ്രാജ്യമായിരുന്ന ഓസ്ട്രോ ഹംഗേറിയന് ഈ സരാവോയുടെ ബോസ്നിയയുടെ ഭരണം അവർ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. സ്ഥിരമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തല്ല, ഒരു 30 കൊല്ലത്തേക്ക് ഈ ഭരണം അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പക്ഷേ അത് അന്നത്തെ ഇവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. കാരണം ഒട്ടോമൻസ് ഇവിടെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് ഒട്ടോമൻസിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് പകരം വേറൊരു സാമ്രാജ്യം വന്ന് ഇവരെ ഭരിക്കുന്നത് അവർക്കാർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എന്നാലും 30 കൊല്ലത്തോളം ഈ ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യം ഇവിടെ ഭരിച്ചു. 30 കൊല്ലം കഴിഞ്ഞിട്ട് ഇവർ പോണ സമയമായി. അപ്പം ഇവർ പോകണില്ല. കാരണം അവർ ഒരുപാട് പൈസ മുടക്കിയിരുന്നു ഇവിടെ. അതുകൊണ്ട് തന്നെ അത് അത് തിരിച്ച് കിട്ടാതെ അവർ പോകാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ 30 കൊല്ലം കഴിഞ്ഞിട്ട് ഇവർ പോകാത്തപ്പം ഈ രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്നും രാജ്യത്തിന് പുറത്തുനിന്നും ഒരുപാട് അപശബ്ദങ്ങൾ വരാൻ തുടങ്ങി. ബോസ്നിയ ഹെർസഗോവിനയുടെ അടുത്ത രാജ്യമായിരുന്നു സെർബിയ ഒരു ഇൻഡിപെൻഡൻ്റ് ആയ രാജ്യമാണ്, സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ്. അപ്പം അവർക്കും അവരുടെ അയൽരാജ്യമായിട്ട് ഒരു ഓസ്ട്രോ ഹംഗേറിയൻ ഇവിടെ ഭരിക്കുന്നത് അവർക്ക് അത്ര സുഖിച്ചില്ല. അവിടെ ഒരു എക്സ്ട്രീം വലതുപക്ഷ ഗ്രൂപ്പ് രൂപപ്പെടുകയാണ്. ഈ ഗ്രൂപ്പ് കാര്യമായിട്ട് റിക്രൂട്ട് ചെയ്യുന്നത് 17 മുതൽ 23 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരായിരുന്നു. എന്നിട്ട് ഈ ആസ്ട്രോ ഹംഗേറിയനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ഈ ചെറിയ കുട്ടികളെ ചെറുപ്പക്കാരെ അവർ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആസ്ട്രോ ഹംഗേറിയൻ രാജാക്കന്മാർ അല്ലെങ്കിൽ അന്നത്തെ ഭരണാധികാരികളെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവർ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസമാണ് അടുത്ത ആസ്ട്രോ ഹംഗേറിയൻ ഭരണാധികാരി ആവേണ്ട ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡ് എന്ന് പറഞ്ഞ ആൾ ഇവിടെ സരാവോ വിസിറ്റ് ചെയ്യുന്നത്. അയാളാണ് അടുത്ത ആസ്ട്രോ ഹംഗേറിയൻ്റെ ഭരണാധികാരി ആവേണ്ട ആൾ. അയാളിവിടെ വിസിറ്റ് ചെയ്യുന്നു. അപ്പം അയാൾ ഒരു കാറിലാണ് വരുന്നത്. അയാൾ ഒരു തുറന്ന കാറിലാണ് വരുന്നത്. അയാളും അയാളുടെ ഭാര്യയും കുറച്ച് അംഗരക്ഷകരെല്ലാവരും കൂടിയാണ് വരുന്നത്. അപ്പം ഒരു സ്ഥലത്ത് നിന്ന് അയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടന്നു. അതിന് അയാൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. വീണ്ടും വണ്ടി കുറച്ച് മുന്നോട്ട് പോയി. നേരത്തെ കാണിച്ചില്ലേ, പാലം കാണിച്ചതല്ലേ, അവിടെ നിന്നാണ് നമ്മുടെ വേൾഡ് വാർ 1 തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന്. അതിന് മുന്നേ ഒരു അസാസിനേഷൻ, ഒരു കൊല ചെയ്യാനുള്ള ശ്രമം നടന്നില്ല. അതിലും കൂടി കൺഫ്യൂഷനെല്ലാം കൂടിയിട്ട് ആ പാലത്തിൻ്റെ അടുത്ത് വണ്ടി നിർത്തുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഈ 19 വയസ്സുള്ള പ്രിൻസിപ്പ് എന്ന് പറഞ്ഞ ആൾ അരയിൽ നിന്ന് തോക്കെടുത്തിട്ട് വെടിവെക്കുന്നത്. ഈ ഫ്രാൻസ് ഫെർഡിനാൻഡും ഭാര്യയും വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ഈ ഏരിയയിൽ നിന്നാണ് ആൾക്ക് വെടിയുണ്ടത്. കണ്ടില്ലേ, ഒരു 2 കാലിൻ്റെ അടയാളം വരച്ചിട്ടില്ലേ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഫ്രം ദിസ് പ്ലേസ് ഓൺ 28 June 1914 Gabrielo Princip assassinated the heir to the Austro-Hungarian throne, Franz Ferdinand and his wife Sofia. അങ്ങനെ ഫ്രാൻസ് ഫെർഡിനാൻഡും ഭാര്യ സോഫിയയും ആ സ്പോട്ടിൽ മരിച്ചു വീഴുകയാണ്. ഇതറിഞ്ഞ ഓസ്ട്രോ ഹംഗേറിയൻ ഭരണാധികാരികൾക്ക് അവർക്ക് ഉറപ്പായിരുന്നു സെർബിയയാണ് ഇതിന് പിന്നിലെന്ന്. അല്ലെങ്കിൽ അവർക്ക് നല്ല തെളിവ് കിട്ടിയിരുന്നു, സെർബിയയാണ് ഈ കൊലയാളികൾക്ക് പിന്നിലെന്ന്. അങ്ങനെ ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യം സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. സെർബിയ ആണെങ്കിൽ നമ്മൾ റഷ്യയായിട്ട് കമ്പനിയാണ്, അവർ ഭയങ്കര ക്ലോസ് ആണ്. അങ്ങനെ റഷ്യ ഓസ്ട്രിയ ഹംഗേറിയക്കെതിരെയും യുദ്ധം പ്രഖ്യാപിക്കണം. I don't have change, only this one I have. No problem. ഇവിടെ ഒരുപാട് ഭിക്ഷക്കാരുണ്ട് കേട്ടോ. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ കൈ നീട്ടി വരുന്നുണ്ട്. പറഞ്ഞു വന്നത് ഓസ്ട്രോ ഹംഗേറിയ അങ്ങനെ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. സെർബിയ റഷ്യയുടെ അലയൻസ് ആയതുകൊണ്ട് റഷ്യ ഓസ്ട്രോ ഹംഗേറിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഫ്രാൻസ്, ജർമ്മനിയൊക്കെ യുദ്ധത്തിൽ പങ്കാളികളാവുന്നു. അങ്ങനെ വേൾഡ് വാർ 1 സ്റ്റാർട്ട് ചെയ്യുന്നു. ആ വേൾഡ് വാറിൽ 1 ഏകദേശം 2 കോടി ആൾക്കാരാണ് മരിച്ചെന്ന് പറയുന്നത്.
അപ്പോൾ ആ പാലത്തിന് മുകളിൽ നിന്ന് തൊടുത്ത ഒരു വെടിയുണ്ടെന്നാണ് ഈ 2 കോടി ആൾക്കാർ മരിക്കാനുള്ള കാരണം. ഒന്ന് ആലോചിച്ച് നോക്കി.